Good morning, guys. And പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൊച്ചി സീരീസിന്റെ സെക്കൻഡ് വീഡിയോയിലേക്കാണ്, ഐ മീൻ സെക്കൻഡ് സെഗ്മെന്റിലേക്ക് ഞാൻ എല്ലാവരെയും വളരെയധികം ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. കാരണം ഇത് മറ്റൊന്നുമല്ല, ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ബ്ലോഗ് ആൻഡ് ഇറ്റ്സ് ആൻ ആൽക്കഹോൾ ബ്ലോഗ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും വ്യൂവർ ഡിസ്കഷൻ സ്ട്രോങ് ആയിട്ട് ഞാൻ അഡ്വൈസ് ചെയ്യുന്നു. കാണാൻ ആഗ്രഹമുള്ളവർക്ക് മാത്രമേ കാണാൻ പാടുള്ളൂ. കാരണം നമ്മൾ ആരെയും പ്രേരിപ്പിക്കാൻ പാടില്ല. നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സും ഒക്കെ നമുക്ക് വരുന്നുണ്ട്, ബട്ട് വി ഡോണ്ട് കെയർ ആക്ച്വലി. അപ്പോൾ എന്നിരുന്നാലും just as I always say, alcohol consumption is injurious to your health. അപ്പോൾ രാവിലെ എന്നത് പറയണം. That's the theory and that's the mantra regarding me, at least for me. So എല്ലാവരും ആ കൺസെപ്റ്റ് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമ്മുടെ ചാനൽ കാണാറുള്ളൂ എന്ന് ഞാൻ വളരെയധികം റിക്വസ്റ്റ് ചെയ്യുന്നു. My humble request with me. So കാര്യങ്ങളൊക്കെ അവിടെ. So this is yet another party day. So നമ്മുടെ ഡ്രങ്കൻ ജി റൂമിൽ സജ്ജമായിക്കൊണ്ടിരിക്കുമായിരിക്കാം. എനിഹൗ നമുക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും റെഡി ആയി കഴിഞ്ഞു. ഐ എം ഓൾറെഡി സെറ്റ്. ഈ പുറത്ത് നല്ല മഴയാണ്, നിങ്ങൾ കണ്ടല്ലോ, അവിടെ എഴുന്നേറ്റപ്പോ തൊട്ടേ മഴയാണ്. അപ്പോൾ എന്നിരുന്നാലും ബാക്കി കാര്യങ്ങളൊന്നും ഇനി നോക്കാനില്ല. ആദ്യം തന്നെ പോയി ഫുഡ് കഴിക്കുക, അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക. That's the theory for us actually. So let's move on, guys. So guys, നമ്മുടെ ഡ്രങ്കൻ ജി ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇത് ഡ്രങ്കന്റെ റൂം അല്ല, മദ്യപാനിയുടെ തന്നെയാണ്. പക്ഷേ ഡ്രങ്കൻ ഓൾ സെറ്റ് കണ്ണാടി എനിക്ക് വയ്യ. ഫുൾ സെറ്റ് ആണല്ലോ ഇന്ന്. അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാം. ഓക്കേ, ലെറ്റ്സ് ഗോ മാൻ. വേറെ എടുക്കാനില്ല, വേറൊന്നുമില്ല. ഫുഡ് അടിക്കാൻ നേരെ പോവുകയല്ലേ. അപ്പൊ വീട്ടിൽ പോരാ? അല്ല ബാറില്. അല്ല, ബാറ് ഉണ്ടെങ്കിൽ 11 മണിയാവുള്ളൂ. ഈ ഒരു ചിന്തയോടല്ലേ നേരെ പോവാ അങ്ങോട്ട് ബാറിലേക്ക്. 11 മണിക്കാ തുറക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ എന്നിരുന്നാലും we are again moving, guys. നമ്മുടെ വണ്ടി നമ്മൾ അവിടെ ഇട്ടിരിക്കുന്നത്, ആ മൈക്ക് വണ്ടിക്കകത്തിരിക്കുക, അതുകൊണ്ടാട്ടോ. ഇനി ഫുഡ് കഴിക്കേണ്ട താമസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. സോ ലെറ്റ്സ് ബിഗിൻ. നമ്മൾ ഇന്നലെ കഴിച്ച കട പോലും കണ്ടില്ലല്ലോ. അതപ്പുറത്ത്. എപ്പുറത്ത്? വണ്ടി റിവേഴ്സ്. ഇതിപ്പോ റെയിൽവേ സ്റ്റേഷൻ എത്തി. അതെ, ഇവിടെ അല്ലല്ലേ? അല്ലല്ല, പിന്നെ എവിടെയാ? ബാക്കില്. രാത്രി നൈറ്റ് അടിച്ച് ഇവിടെ നല്ല ചായ കിട്ടും. ഇങ്ങോട്ട് പോകുമ്പോ ഇവിടെ വേണം പോയി കഴിച്ചാലോ? വേണ്ട, നേരെ വിട്ടു. ചായ കുടിക്കാൻ അല്ല, അവിടുത്തെ റെസ്റ്റോറന്റ് അങ്ങോട്ട് വണ്ടിയും പോകത്തില്ല. വണ്ടി പോകാൻ നമുക്ക് വണ്ടി ഇവിടെ ഇവിടെ ഇടല്ലെന്ന് ഇതാ സ്നാക്സ് മാത്രമേ ഉള്ളൂ ഇവിടെ. യെസ്. സോ എങ്ങോട്ട് പോകും? നേരെ മുന്നോട്ട് പോകും. റെസ്റ്റോറന്റ് ബോട്ടുണ്ട്. അവിടെ അല്ല നമ്മൾ ഇന്നലെ പോയത്. അതിന്റെ അതാണ്. അതിന്റെ അപ്പുറത്ത് താജില. വണ്ടി എവിടെ കൊണ്ടു? ഇവിടെ പോലെ വണ്ടി പോകും. ഓക്കെ ഗൈസ്, ഫുഡ് അടിക്കാനുള്ള കട കണ്ടുപിടിച്ചു. ഇനി അങ്ങോട്ട് കയറിയാൽ മാത്രം മതിയല്ലോ. റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ, പ്രോബബ്ലി നിങ്ങൾക്ക് അറിയാം, നമ്മൾ അവിടെ തന്നെ താമസിക്കുന്ന കാരണം വേറെ എവിടെ അന്വേഷിച്ച് പോകണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ചെങ്കിൽ ഇതാ കഫേ കിസ എന്ന് പറയുന്നൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റിലാണ്. ആക്ച്വലി ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അവർ നമ്മൾ അറ്റൻഡ് ചെയ്തു നേരത്തെ തന്നെ, ബട്ട് നമുക്ക് കുറച്ച് സജ്ജീകരണങ്ങൾ ചെയ്യണമല്ലോ, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് മേടിക്കാൻ പോകുന്നത്, വളരെ ലൈറ്റ് ആയിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. പക്ഷെ ഡ്രങ്കൻ പറഞ്ഞേക്കും ഡ്രങ്കന് ഹെവി ആയിട്ട് കഴിക്കണം. അതെന്താ മിസ്റ്റർ ഡ്രങ്കൻ ജി അങ്ങനെ പറയാനായിട്ട്? അല്ല, എന്തായാലും രാവിലെ ഇന്നലെ നല്ലപോലെ കഴിച്ചതല്ലേ. ഇന്നലെ നല്ലപോലെ കഴിച്ചു, അതുകൊണ്ട് ഒന്നും കൂടെ നല്ലപോലെ കഴിക്കാതെ. വെരി ഗുഡ് മാൻ. സോ ബ്രോ, എഗ് മിനിറ്റ്. കഴിക്കാൻ എന്തൊക്കെയുള്ള? അപ്പം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് സലദോശ, നെയ് റോസ്റ്റ്, പുട്ട്, പൊറോട്ട, വെള്ളയപ്പം, ഇഡ്ഡലി. ഓക്കെ ഓക്കെ, അത്രേ. ഈ കറികളെ കുറിച്ച് പറയാം. ചിക്കൻ കറി, ചന്ന മസാല, കടല, എഗ് റോസ്റ്റ്, താറാമുട്ട കറി. തനിക്ക് എന്ത് വേണോ പറഞ്ഞേ? പുട്ടുണ്ട്. പുട്ടിന് കറിയായിട്ട് ചന്ന മസാല ഉണ്ട്, കടലയുണ്ട്, കടലയുണ്ട് അല്ലേ?
മുട്ട റോസ്റ്റ് ഉണ്ട്, താറാമുട്ട കറി ഉണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, ചിക്കൻ നാരങ്ങ ഉണ്ട്. കടല പുട്ട് തന്നെ പിടിച്ചോ? അതെ, പുട്ടുകടല. എനിക്കൊരു 2 പൊറോട്ട, ഒരു ചന മസാല. ബാക്കി നമുക്ക് വേറെ ഓർഡർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ ഇവിടെ എത്ര കാലമായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ? ഞങ്ങളിവിടെ 6 മാസം. 6 മാസമായുള്ളൂ. ഓക്കെ. അല്ല, ഒരുപാട് ഷോപ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ കാണാനൊരു ഇത് തോന്നിയത് അതങ്ങോട്ട് നേരിട്ട് കയറി. ഓക്കെ ഏട്ടാ, താങ്ക് യു. താൻ എന്തിനാണ് ഈ പുട്ടിൽ കയറി പിടിക്കുന്നത് എപ്പോഴും? പുട്ടാണ് എനിക്കിഷ്ടം, അറിയാലോ, പുട്ടാണ് ഞാൻ കൂടുതൽ. അതെ, അല്ല കഴിഞ്ഞ തവണ എല്ലാം പുട്ടായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. പുട്ടിരിക്കട്ടെ, പുട്ടാകുമ്പോൾ രാവിലെ ഇത്തിരി എണ്ണയായിട്ട്. ശരി, ഓക്കെ, ഫൈൻ. ഒരു സന്തോഷം. അല്ല, തന്റെ മുഖത്ത് ഞാൻ കണ്ടാണ് ഓരോ കറികൾ പറയുമ്പോഴും മുഖം വിടർന്ന് വരുന്നു. കടലെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. വെരി ഗുഡ്. അന്ന് പിന്നെ കടലയാണോ മേടിച്ചത്? പുട്ടും കടലയാണല്ലേ? ഓക്കെ. മിസ്റ്റർ ഡ്രങ്കൻ ജി, താങ്കളുടെ പുട്ടെന്താണ് വാഴയിലേക്കത്തേക്ക് ഇരിക്കുന്നത്? അതെ, പുട്ട അവര് വാഴയിലയിൽ പൊടിഞ്ഞു കൊണ്ടുവന്നു. നല്ല ചൂടാ. നല്ല ചൂടാണല്ലേ? സ്റ്റീംഡ് ആണ്. യെസ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് എടുത്തേക്കാം. അതുപോലെ കഴിക്കാൻ പോണം. ഓക്കെ. നല്ല ചൂടായതുകൊണ്ട്. ഉരുട്ടി കളയല്ലേ? ഓക്കെ, ആരംഭിക്കലാമ. അല്ല, പുട്ടും പപ്പടവും കടലക്കറിയും പെർഫെക്റ്റ് കോമ്പിനേഷൻ അല്ലേ? എന്നാ പിടുത്തം പിടിച്ചോ. തനിക്ക് പുട്ടിൽ കൈവശം തന്നിരിക്കണം. എന്താ നോക്കിയാൽ ഈ പുട്ട് എപ്പോഴും ചൂട് സാധനം. അല്ല, എന്ത് സാധനം ചൂടാക്കണ്ടെങ്കിലും ചൂടായിട്ട് തന്നെ വരുന്നത്. അവര് അപ്പൊ തന്നെ റെഡിയാക്കി തരുന്ന സാധനം എടുത്തു വെക്കത്തില്ല ഒരു കടയിൽ. മനസ്സിലാവും? അതാണ് അതിന്റെ പ്രത്യേകത. എങ്ങനെയുണ്ട് മിസ്റ്റർ ഡ്രാഗൻ ജി? എന്നോട് വല്ലതും ചോദിക്കുക. അതെ, ചോദിക്കാൻ പാടില്ല. അതെ. അല്ല, കടല വേണ്ടേ? അപ്പോ ഇതെന്താ രണ്ട് ടൈപ്പ് കടലക്കറികള്? നീ എന്താ പറയാ? ചിക്കൻ ചന മസാല. അതല്ലേ ഇത് പറഞ്ഞത്? ഇത് നാടൻ കടലക്കറി, ഇത് നമ്മുടെ ചന മസാല. എനിക്കൊരു സംശയം വന്നു. കാരണം ഡ്രങ്കൻ ജി കടലക്കറി പറഞ്ഞു, ഞാൻ ചന മസാല പറഞ്ഞു. ബട്ട് ബോത്ത് ആർ ദ സെയിം ആക്ച്വലി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കറി വന്നപ്പോ കണ്ടില്ലേ, ഇത് വേറെ. ഇത് നമ്മുടെ കറുത്ത കടല, ആൻഡ് ദിസ് വൺ ഈസ് വൈറ്റ് കടല, വൈറ്റ് ചന, വെള്ളക്കടല. അപ്പോൾ മൊത്തത്തിൽ ആശയക്കുഴപ്പം. കടലക്കറി ഓർഡർ ചെയ്തു, പക്ഷേ വന്നത് രണ്ടും 2 ടൈപ്പ്. ഐ ഡോണ്ട് നോ വൈ. ചന മസാല മേ ബി അനദർ ഡിഷ് ആയിരിക്കാം, അതുകൊണ്ട് അതിന്റെ പ്രിപ്പറേഷൻ പേരാണ് ഞാൻ വീട്ടിൽ മേടിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ നാടൻ കടലക്കറി. അപ്പോൾ എന്നിരുന്നാലും വി ആർ ഓക്കെ വിത്ത്. അപ്പോൾ രണ്ടും ടേസ്റ്റ് ചെയ്യും അല്ലേ മിസ്റ്റർ ഡ്രങ്കൻ ചെയ്യും? അത്രയേ ഉള്ളൂ. ഡ്രങ്കൻ ആവേശഭരിതനായിട്ട് അടിച്ച് തീർക്കുവാണേ. സമയം ഇവിടെ ബാറ് തുറക്കിട്ടോ, താൻ എപ്പോഴും പിടിക്കാതെ. മിസ്റ്റർ ഡ്രാഗൻ, ഇനി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഗണിക്കുന്നുണ്ട് കബഡി നിരത്തുന്ന പോലെ ഇട്ടുണ്ട് കാണിക്കുന്നു. അതെ, ഈ തണുത്ത് കഴിഞ്ഞാൽ പൊറോട്ട വെറും ഇതായിക്കും അല്ലേ? ചൂട് പൊറോട്ട. ഇനി അതിലേക്ക് ഉഗ്രൻ ചന മസാല. ഡ്രങ്കൻ അവിടെ തീരാറായി. ഡ്രങ്കൻ തീരുമ്പോ ഞാനിവിടെ തുടങ്ങും. സാഗർ ഇലേശത്ത് പറയുന്ന പോലെ, ലാലേട്ടൻ പറയുന്ന ഡയലോഗ്, നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങും എന്ന് പറയുന്ന പോലെ, ഡ്രങ്കൻ കഴിച്ച് തീരുന്നിടത്ത് മദ്യപാനി കഴിച്ച് തുടങ്ങും, എന്നിട്ട് അത് ഉത്സവം കൊണ്ട് കളയും. അതാണ് സ്ഥിരം നടക്കുന്ന പരിപാടി. അപ്പോൾ സമയമില്ല, ലെറ്റ്സ് ഈറ്റ്.
ബ്രോ ചായ. തീരാറായല്ലോ. അതങ്ങ് തീർത്ത് കഴിഞ്ഞ പിന്നെ സമാധാനം അല്ലേ? ഓരോരോ കാര്യങ്ങൾ തീർത്തങ്ങ് വെക്കണം. ഇനി അതിനകത്തുണ്ട് ഈ ഗ്രേവി എന്നിട്ട് ഇത് ഈ കടലയിൽ കഴിച്ചിരിക്കും. രണ്ട് കടലയാണോ പരിപാടിയുണ്ട്. അത് കഴിക്കാം. ഹാഫ് പൊറോട്ട എനിക്ക് മതി. ഞാൻ നീ കഴിക്കാറില്ല രാവിലെ. എവിടെ ഒരു ഹാഫ് എടുക്കണോ? ഞാൻ എടുക്കണു. അവനെ വാഷ് ചെയ്തോ. അവിടെ അങ്ങനെ വാഷുണ്ട്. ഗായ്സ്, അപ്പൊ നമ്മുടെ ചായ എത്തിക്കഴിഞ്ഞു. ഡ്രങ്കന്റെ അനാഥമായ ഗ്ലാസും പ്ലേറ്റും. ഓക്കെ, ഡ്രങ്കൻ ജി രണ്ടാം വരെ വന്നിരിക്കുകയാണ്. സെക്കൻഡ് റൗണ്ട്. താൻ കഴിച്ചു തന്നിട്ട് ഒറ്റയ്ക്ക് കണ്ടിട്ടാണോ? ഞാൻ കഴിക്കുമ്പോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ കുറെ നേരം എടുക്കും. അതുകൊണ്ടാണ്. ഇനി ഈ കടല പിടിക്കണം. ചായ വാല ചായ വന്നല്ലോ. പിടുത്തം പിടിച്ചോ മോനെ. കടലേനെ ഇടിച്ച് പൊട്ടിക്കുന്നു. അതെ. സോ എങ്ങനെയുണ്ട് കടലക്കറി? ചാന മസാല എങ്ങനെയുണ്ട്? ചിക്കൻ കറി പോലെ ഉണ്ടോ? അല്ലെ, ചെറിയൊരു ഫീൽ ഇല്ലേ അങ്ങനത്തെ? എനിക്കും തോന്നിയത്. നല്ല ചായ വന്നിട്ടുണ്ട്. ഏലക്കിട്ടുണ്ടല്ലേ? അതെ. അപ്പൊ ഇനി മദ്യപാനി ഇതങ്ങ് തീർക്കട്ടെ. സ്റ്റേ ട്യൂൺ ഗായ്സ്. ഗായ്സ്, അറിയാലോ, മഴയത്തിരുന്ന് നല്ല ചിൽഡ് ബീർ അടിക്കാനും അതേപോലെ തന്നെ മഴയത്തിരുന്ന് നല്ല ചൂട് ചായ കുടിക്കാനും ഒരു പ്രത്യേക ഫീലാണ്. വളരെ നൊസ്റ്റാൾജിക് ആണ് ആക്ച്വലി. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടോ. പബ്ലിക്കലി അങ്ങനെയാണെന്ന് എനിക്ക് അറിയാം. എന്നിരുന്നാലും ഞാൻ പറയുമ്പോൾ ഞാൻ എന്റെ കാര്യങ്ങളെ കൂടുതലും പറയാറുണ്ട്. പിന്നെ ഡ്രങ്കൻ ജീയുടെ കാര്യം സത്യം പറഞ്ഞാൽ നല്ല തിളച്ച ചായ ആയിരുന്നു. ഞാൻ ഫാൻ്റെ കീഴെ വെച്ച് തണുപ്പിച്ചതാണ്. ഡ്രങ്കൻ ആ ചൂട് ഒറ്റ വലി അടിച്ചിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ബില്ല് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ഇന്നത്തെ ബില്ല്. 178 രൂപ. കാരണം നമ്മൾ അധികം ഒന്നും കഴിച്ചിട്ടില്ല. ഡ്രങ്കിന്റെ പുട്ടിനാണ് ഇത്തിരി തൂക്കം കൂടുതൽ. അപ്പോൾ 178 രൂപ. ദാറ്റ്സ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ബിൽ ഫോർ us. ഡ്രങ്കൻ ജി പോയല്ലോ. ഓക്കെ ഓക്കെ ബ്രോ, താങ്ക് യു. ചാനലിന്റെ പേര് ഞങ്ങൾ ആക്ച്വലി മഴയാണ് ഗായ്സ്. സോ ഗുഡ് ബൈ. Satisfied are you, Mr. Drunken? Okay, let's move on, guys. So guys, ഇപ്പൊ ചെറിയൊരു സംഭവ വികാസങ്ങൾ. നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വന്നു. നമ്മൾ ഓക്കെ ചെക്ക് ഇൻ ചെയ്തു. എല്ലാം നമ്മൾ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുമായിരുന്നു. കാരണം നമ്മൾ വേറൊരു ഹോട്ടലിലായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഇത്തിരി ലോങ്ങും ആണ്. നമുക്ക് അങ്ങോട്ട് ഇപ്പൊ പോകാനൊരു ഇൻട്രസ്റ്റും ഇല്ല. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ആംബിയൻസ് നമ്മൾ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടുത്തി കളഞ്ഞു. കാരണം അത്ര ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല. അല്ല, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു സ്റ്റാഫിന്റെ ആ ഒരു സോഷ്യൽ ബിഹേവിയർ വളരെ ഫ്രണ്ട്ലി ആണ്. കൊച്ചുകുട്ടി ഒരു പയ്യനാണ് റിസപ്ഷനിൽ ഇരുന്നെങ്കിൽ പോലും
അവനായാലും നല്ലൊരു ഹോസ്പിറ്റാലിറ്റി നല്ല പോലെ ഉണ്ട്. അത് കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ വിളിച്ചാ വിളിപ്പുറത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല. ആ ഒരു സീക്വൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാർ വിളിച്ചോന്നാണ് ഇന്നലെ രാത്രി പോലും പറഞ്ഞത്. നമ്മൾ അത്ര ലേറ്റ് അവേഴ്സിൽ വന്നിട്ടാണെങ്കിൽ പോലും. അപ്പൊ എന്നിരുന്നാലും അപ്ഗ്രേഡേഷൻ, ദ തിങ് ഇസ് ദാറ്റ് അവർ നമ്മളെ കുറച്ചുകൂടി ഒരു ബെറ്റർ സ്യൂട്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണ് വിത്തൗട്ട് എനി കോസ്റ്റ്, പെൻഡിങ് കോസ്റ്റ്. കാരണം നമ്മുടെ സെയിം ഈ റൂമിന്റെ തന്നെ എക്സ്പെൻസ് കൊടുത്താൽ മതി. ബട്ട് ദേ ഗേവ് മീ എ പ്രൊമോഷൻ ടു എ ബെറ്റർ സ്യൂട്ട്. താങ്ക്സ് ഫോർ ദം. കാരണം നമുക്കിത് ഫസ്റ്റ് ടൈമാണ്, നമുക്കൊരു ഹോട്ടലിൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഫസ്റ്റ് ടൈമാണ്. പക്ഷെ എന്നിരുന്നാലും ഇറ്റ് വാസ് വെരി വെൽ മെയിൻറ്റെയിൻഡ്. കാരണം അവർ അതുപോലെ ഒരു ഹോസ്പിറ്റാലിറ്റി, അത് വേറെ കൊണ്ടല്ല, നമ്മുടെ ഒരു യൂട്യൂബാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്, അതൊക്കെ ഓക്കെ. ബട്ട് അവർ നമ്മളെ ആ ഒരു അതാണ് മനസ്സിലായി, എനിക്ക് അതാണ് ഒരു ഫീൽ കിട്ടി, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഐ മീൻ എ സോഷ്യൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റാഫ് ആക്ച്വലി. അപ്പൊ എന്നിരുന്നാലും നമുക്കൊരു അപ്ഗ്രേഡേഷൻ കിട്ടി, നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷനിലെല്ലാം കഴിഞ്ഞു. 11 മണിയാവാൻ ഇവിടെ കാത്തുകിട്ട് നിൽക്കുവായിരുന്നു അല്ലേ ഡ്രങ്കൻ ജി? ഡ്രങ്കനാണെങ്കിൽ എഴുന്നേറ്റപ്പോ മുതലേ വെള്ളം അടിക്കണം. നിങ്ങൾ കണ്ടതാണല്ലോ, എഴുന്നേറ്റപ്പോ മുതലേ പുള്ളിക്കാരന് കഴിക്കാനായിട്ടുള്ള ടെൻഡൻസി എന്നല്ല കേട്ടോ, കൊതിയാണ് ആക്ച്വലി. ഞാൻ റൂം അപ്ഡേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു, ബട്ട് നമുക്കിപ്പോ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ അപ്ഡേഷനും അപ്ഗ്രേഡേഷനും കാര്യങ്ങളെല്ലാം ഇതിന് ശേഷം. ഓക്കെ ഗായ്സ്, സോ നമുക്ക് അകത്തേക്ക് പോവാം. നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇവിടെ ഷൂട്ട് ചെയ്യുന്നതിന്, അതുകൊണ്ട് തന്നെ ഏത് ബാറാണ് കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ വേറെ നിവൃത്തിയില്ല. സോ എൻജോയ് ദ വീഡിയോ ഗായ്സ്. സോ ഗായ്സ്, ഇതാണ് അവരുടെ മെനു എന്ന് പറയുന്നത്. വോഡ്ക സെഗ്മെന്റ് ഞാൻ നോക്കുന്നില്ല, കാരണം നമ്മൾ ഇന്നലെയും വോഡ്ക ആയിരുന്നു. ഇന്ന് ഈവനിങ്ങിലും മിക്കവാറും വോഡ്ക ആവാനാണ് സാധ്യത. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പിന്നീട് റിവീൽ ചെയ്യാം. അതാറും വോഡ്ക പിടിക്കുന്നത്. ആൻഡ് സിംഗിൾ മോൾട്ട് ഉണ്ട്. ഇതെല്ലാം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രീമിയം ലെവൽ സാധനങ്ങളാണ്. ഈ സെഗ്മെന്റ് കംപ്ലീറ്റ് പ്രീമിയം ലെവലാണെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എല്ലാം ക്വാളിറ്റി ബേസ്. ആൻഡ് വാലന്റൈൻസ്, ഡിവാസ്, മങ്കി ഷോൾഡർ ഉണ്ട്. നമ്മൾ കുറെ കാലമായിട്ട് നോക്കിയായിരുന്നു, നമ്മുടെ മങ്കി ഷോൾഡർ ഇവിടെ ഇരിപ്പുണ്ട്. ബട്ട് ലെറ്റ്സ് സീ. പിന്നെ ജാക്ക് ആൻഡ്ലസ് ഉണ്ട്. ഉണ്ടോ? ആൻഡ് ബ്രാൻഡി സെഗ്മെന്റ് ഉണ്ട്, ഗോൾഡൻ നെപ്പോളിയൻ. ബട്ട് ദീസ് ആർ നോട്ട് പ്രീമിയം ആക്ച്വലി. ബി ഹൈവ്, അതും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞൊരു ബ്രാൻഡാണ് ബി ഹൈവ് എന്ന് പറഞ്ഞാൽ. സോറി, സബ്സ്ക്രൈബർ പറഞ്ഞല്ല, നമ്മൾ വെലോസിറ്റി പോയപ്പോൾ അവിടെ നമ്മൾ അത് കഴിക്കണോ ബാർട്ട്നെറ്റ് കഴിക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. അങ്ങനെ നമ്മൾ ബാർട്ട്നെറ്റ് പ്രിഫർ ചെയ്തായിരുന്നു ഗൈസ്. അപ്പോൾ ഇനി നമ്മുടെ നോർമൽ സാധനങ്ങളോട്ട് വരികയാണെങ്കിൽ ബ്ലാക്ക് ഡോഗ് ആണ് ടോപ്പ് ലിസ്റ്റ് വരുന്നത്. പിന്നെ വില്യം ലോസൺ, ആന്റിക്വിറ്റി, മാക്കിൻടോഷ് ബ്ലൂ, സിഗ്നേച്ചർ, ഇതെല്ലാം നമ്മൾ ട്രൈ ചെയ്തത്. അത് കാരണം പിന്നെ ഒരു കൺഫ്യൂഷനാണ്. ഓക്കെ ഗൈസ്, ഇനി റം സെഗ്മെന്റ് വരുവാണെങ്കിൽ ബെക്കാഡി ഗുവ, ബെക്കാഡി സെഗ്മെന്റ് എല്ലാം നമ്മൾ ട്രൈ ചെയ്തു, ഓൾഡ് മങ്ക് ഉൾപ്പെടെ എല്ലാം. ഇനി കറങ്ങി തിരിഞ്ഞ് വോഡ്കയിലോട്ട് വരുമെന്നാണ് പേടി. അപ്പോൾ ഞാൻ പറയുന്നത് പ്രീമിയം സെഗ്മെന്റിലേക്ക് നമ്മൾ ഇപ്പം കിടക്കുന്നില്ല. കാരണം ഇടയ്ക്ക് സ്ഥിരമായിട്ട് നമ്മൾ പ്രീമിയം മേടിച്ച കാരണം എല്ലാവർക്കും ഒരു ആക്ഷേപമുണ്ട്, നമ്മൾ അത് മാത്രമേ ചെയ്യുള്ളൂ, സാധാരണക്കാരെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രീമിയം സെഗ്മെന്റ് നമ്മൾ മടക്കി അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ നോർമൽ വേർഷനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. വിസ്കി പക്ഷേ ഞാൻ നോക്കി, വിസ്കി എല്ലാം നമ്മൾ ട്രൈ ചെയ്തതാണ്. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ വന്നിട്ട് പിന്നെയും ട്രൈ ചെയ്ത ബ്രാൻഡ് കഴിക്കുന്നത് വളരെ മോശമല്ലേ. സോ വി ഗോയിങ് ഫോർ ബ്രാൻഡി ആക്ച്വലി ദിസ് ടൈം. അപ്പോൾ ബ്രാൻഡി എന്ന് പറയുമ്പോൾ തന്നെ സെഗ്മെൻറ്റിൽ തന്നെ നമ്മൾ ട്രൈ ചെയ്തതുകൊണ്ട് ട്രൈ ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന ഐറ്റംസും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിൽ നിന്ന് വേണം നമുക്ക് ഇന്നത്തെ നമ്മുടെ കമ്പനിക്കാരനെ കണ്ടുപിടിക്കാനായിട്ട്. സോ ജോൺ റൗലറ്റ്, കൊറിയൻ നെപ്പോളിയൻ നമ്മൾ ട്രൈ ചെയ്തു, സീവ്സ് നമ്മൾ ട്രൈ ചെയ്തു, ലൂയി വെർണൻ ട്രൈ ചെയ്തു, മോർഫസ് ട്രൈ ചെയ്തു, കൈറൺ ട്രൈ ചെയ്തു, സീസർ ട്രൈ ചെയ്തു, ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ട്രൈ ചെയ്തു. പിന്നെ ട്രൈ ചെയ്യാനുള്ളത് ഷെവലിയാറുണ്ട്. ഡ്രങ്കൻ ജി, ഷെവലിയാർ എടുത്താലോ? ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കമ്പനിക്കാരൻ ഷെവലിയാർ ബ്രാൻഡി. ഷെവലിയാറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ബട്ട് ഇതുവരെ ട്രൈ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല. സോ ഐ വിൽ മേക്ക് ഷുവർ ഐ ഗോയിങ് ടു ബ്ലാസ്റ്റ് ദിസ് ഷെവലിയാർ വൺസ് മോർ. സോ നമുക്ക് മെനു
ഗായ്സ്, ഇതാണ് നമ്മുടെ ഈ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അത് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ്. ബട്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഇതാണ് ഓൾവേസ് ദ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഷെവലിയാർ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, പേര് ഞാൻ ഓർക്കുന്നില്ല, ആ പുള്ളിക്കാരൻ നമുക്ക് പറഞ്ഞിരുന്നു ഇതൊരു ബ്രാൻഡ്. ഒരുപാട് ബ്രാൻഡുകൾ പറയുന്നുണ്ടെങ്കിലും വളരെ റെയറായിട്ട് മാത്രമേ നമ്മൾ പറയുന്ന ബ്രാൻഡുകൾ നമ്മുടെ കൈകളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതിന് ഒരു അവസരം തന്നത് നമ്മുടെ കൊച്ചിയിലുള്ള ഈ ഒരു ബാറാണ്. ബാറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഡ്യൂ ടു സം പ്രൈവസി കൺസേൺ. അപ്പോൾ എന്നിരുന്നാലും ഷെവലിയാർ, ഇവർ പറയുന്നത് ഈ ബാറിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയ പുതിയൊരു ഗസ്റ്റാണ് ഷെവലിയാർ എന്നാണ് പറയുന്നത്. നമ്മുടെ ഷെവലിയാറിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. ഷെവലിയാർ ഡെ പാരിസ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം എന്ന് പറയാം. പ്രീമിയം എക്സോ ബ്രാൻഡിയാണ്. ഒരു ഫുള്ളിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 1250 രൂപയാണ്. ബോട്ടിൽ പ്രൈസ് ആണ്. ഞാൻ എൻ്റെ ബാർ റേറ്റ് അല്ല പറഞ്ഞത്. ബാർ റേറ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾ മെനു കണ്ടതുപോലെ തന്നെ ഒരു പെഗിന് 300 രൂപയാണ്. $300 for 60 ml ഓഫ് ഷെവലിയാർ ഡെ പാരിസ്. അപ്പോൾ കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. അവർ നമുക്ക് സൈഡ് ഡിഷായിട്ട് തന്നിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. കോംപ്ലിമെൻ്ററി ആയിട്ട് മാച്ചോസ് തന്നിട്ടുണ്ട് സൈഡ് ഡിഷായിട്ട്. മിച്ചറും കാര്യങ്ങളാണ് ആസ്ഥാന ടച്ചിങ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളതൊന്നും മേടിക്കുന്നില്ല. മാച്ചോസിൻ്റെ കൂടെ തന്നെ നല്ല പീനട്ട് മസാലയല്ല, നല്ല പീനട്ട്, റോസ്റ്റഡ് പീനട്ട്. നമ്മുടെ ഡ്രങ്കിൻ്റെ ശത്രുവാണ്. ഇത് കഴിച്ചാൽ അപ്പം കുരു വരും എന്നാണ് പുള്ളിക്കാരൻ്റെ ഒരു പറച്ചിൽ. അപ്പോൾ എന്നാലും താങ്കൾ റെഡിയാണോ മിസ്റ്റർ ഡ്രങ്കൻ? രാവിലെ തന്നെ റെഡി ആയിട്ടിരിക്കുവാണ്. എനിക്കറിയാം, എല്ലാവർക്കും കണ്ടതാണ് തൻ്റെ വെപ്രാളം വെള്ളം അടിക്കാൻ. അതല്ല, അത്രയും സമയം കളയണ്ടല്ലോ. അതെ, സമയം കളയണ്ട. അതുമല്ല, തീർച്ചയായിട്ടും. പിന്നെ സമയം കളയാതെ ഇന്ന് വൈകുന്നേരം പോയി പിന്നെ അടിക്കണ്ടല്ലോ. ഓക്കെ, ഷെവലിയാർ. നമ്മൾ ഈ ഷെവലിയാർ പട്ടം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ഈ സാധനമാണോ? അല്ലല്ല, ഒരു കുപ്പി കൊടുക്കുന്നതിനാണോ ഷെവലിയാർ പട്ടം എന്നൊക്കെ പറയുന്നത്? അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, വേറൊന്നുമില്ല. ഷെവലിയാർ നമ്മുടെ നെപ്പോളിയനെ പോലെ ഒരു കുതിരയുടെ പുറത്തൊരു ആളെ ഇരിപ്പുണ്ട്. ഇനി അങ്ങനെ ആണോ? ബട്ട് എനി ഹൗ 75% പ്രൂഫ് ഉണ്ട്. 42.86% ABV, VB, അങ്ങനെയൊക്കെ പല ഭാഷയിൽ നിങ്ങൾക്ക് പറയാം. അത്രയാണ് ആൽക്കഹോൾ കണ്ടൻസ്. അതിപ്പോൾ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഒട്ടുമിക്ക എല്ലാ 99%ഓളം ആൽക്കഹോൾസിനും 42.86% ആണ് ABV. അതിന് വലിയ പ്രാധാന്യമൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം. രംഗൻജി, പിടിക്കാം. പിടിച്ചേ. യെസ്, അമൃത എടുത്തല്ലേ? യെസ്. So guys, this is the moment of truth once again and the first cheers of the morning breakfast ആണ് ഞങ്ങളെ സംബന്ധിച്ചോളം. അതുകൊണ്ടാണ് ലൈറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. കാരണം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണെന്ന് നിങ്ങൾക്കറിയാം. So the first cheers of the morning is here. Cheers. And cheers to Mr. Chevalier and the subscriber who have mentioned me this. Cheers with you, man. നല്ല ഇല്ല, പറയില്ല. The review will be in the second round then. Guys, അപ്പോൾ പറഞ്ഞു വന്നപ്പോഴേക്കും ഒരു കാര്യം കൂടി പറയണം. നമ്മൾ ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ് കൊച്ചിയിലുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ കൊച്ചി മാത്രം ട്രൈ ചെയ്ത് നിന്ന കാര്യമില്ല. കാരണം നിങ്ങൾ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും വിളിയാണ് നമ്മളെ. ഞങ്ങൾ അഹങ്കാരമൊന്നും പറയലോടെ, നിങ്ങൾക്ക് അറിയുമല്ലോ ഞങ്ങളെ. വി ആർ ആസ് സിമ്പിൾ ആസ് ദ ഗ്രൗണ്ട്. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഞങ്ങൾക്ക് എത്തിപ്പെടണം എന്ന് ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ഫോർ ദാറ്റ്. കാരണം യു നോ ദാറ്റ് ഐ എം വർക്കിംഗ് ആൻഡ് ഹി ഹാസ് ഓൾസോ ജോബ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അങ്ങ് ചുമ്മാ ഓടി വരാൻ പറ്റില്ല. നിങ്ങളറിയാലോ, വീഡിയോ എടുക്കുന്നത് തന്നെ ജോബ് എല്ലാം കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ വന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ആ കൂടെ വീക്ക്ലി 2 ദിവസമേ അവധി കിട്ടുള്ളൂ. ആ ദിവസം നമ്മൾ മാക്സിമം കണ്ടൻസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ കൊച്ചിക്ക് മാത്രമേ പോയിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് അടുത്ത ട്രിപ്പ് മാഹിയിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാഹിയിലെ ലിക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഡൗൺ ഗ്രേഡഡാണ്. അറിയാമല്ലോ, ലോ ക്വാളിറ്റിയാണ്. ഒറിജിനൽ സാധനം വളരെ റെയറായിട്ടേ കിട്ടുള്ളൂ. നമ്മൾ അന്വേഷിച്ചപ്പോഴും അങ്ങനെ അറിയാൻ കഴിഞ്ഞു. കാരണം മാഹി ഈസ് ജസ്റ്റ് ലൈക്ക് ഗോവ ആക്ച്വലി. കാരണം എല്ലാ ഹൈ ബ്രാൻഡ്സും കിട്ടും, പക്ഷേ അതെല്ലാം ലോ ക്വാളിറ്റിയാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ബട്ട് മോർ പീപ്പിൾ ആർ സെയിങ് ലൈക്ക് ദാറ്റ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആക്ച്വലി. നമ്മൾ എന്തായാലും ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ അവിടെ നേരിട്ട് പോയി ട്രൈ ചെയ്തത്. കാരണം നമ്മൾ ഇവിടെ കഴിക്കുന്ന പ്രീമിയം ബ്രാൻഡ്സ് അപ്പുറം പോയി പ്രീമിയം ആയിട്ട് കഴിക്കുമ്പോൾ അത് പ്രീമിയം ലെവൽ നമുക്ക് തോന്നില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്നിരുന്നാലും me and Drunken G will be going there very shortly, guys. എന്നിട്ട് യഥാർത്ഥ കഥ എന്താണെന്ന് പറയാം, അല്ലേ മിസ്റ്റർ ഡ്രങ്കൻ? ഇനി അത് പറഞ്ഞ് മാഹിക്കാർ നമ്മൾ ഓടിച്ചിട്ട് അടിക്കുമെന്നും എനിക്കറിയത്തില്ല. അതെ, അവിടെ ഇരുന്ന് ഞാൻ ഒരിക്കലും റിവ്യൂ ചെയ്തില്ല. ഞാനത് ഡബ് ചെയ്തേ ഞാൻ പറയത്തുള്ളൂ. അല്ലെ അവന്മാർ നമ്മളെ പൂട്ടിയിടാൻ വേണമെങ്കിൽ അവിടെ. പൊട്ടുന്നില്ലേ? സിമ്പിൾ ആണല്ലേ?
വില കൊടുത്ത് മേടിക്കുന്നത്. അല്ല ഇതെന്താ പിടിക്കാത്ത? തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമല്ലേ? നല്ല റോസ്റ്റഡ് ആണോ? ഒരു പിടി രാവിലെ കടലക്കറി കഴിക്കുമ്പോൾ കടല കഴിച്ചല്ലോ. സോ എന്തു പറയുന്നു? താങ്കൾക്ക് എന്തിനാ കടലോട് ഇത്ര വിരോധം? കപ്പലിന്റെയാണോ? ഓക്കെ, സോറി ഗായ്സ്, എന്റെ തെറ്റാണ്. കടലയല്ല, കപ്പലിന്റെയാണ്. കളർ കണ്ടപ്പോൾ പെട്ടെന്ന് കടലയായിരിക്കും ഗായ്സ്. അതുപോലെ തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ഷെവ്ലിയാർ ഗൂഗിളിൽ ഒന്നും നോക്കി കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ തനത് സാധനമാണ്. നമ്മുടെ ജവാൻ പോലെ അല്ലേ, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലാണ്. പിന്നെ നെപ്പോളിയനൊക്കെ എന്തിനാണ് മോള് നിർത്തിയേക്കുന്നത്? എന്നിരുന്നാലും സംഗതി കൊള്ളാം. ഇനി റിവ്യൂ മാത്രമേ ബാക്കിയുള്ളൂ. റിവ്യൂ ചെയ്യാനുള്ള ഐറ്റത്തെ അവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഡു ദിസ് ഗൈസ്. ഇറ്റ്സ് ടൈം ഫോർ ദ റിവ്യൂ ആക്ച്വലി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കേരളയുടെ സ്വന്തം സാധനമാണ്. വിച്ച് മീൻസ് പാലക്കാടിലാണ് ഡിസ്ട്രിബ്യൂഷനും, ഡിസ്റ്റിലറി പാലക്കാടിലാണ്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി, ബട്ട് വി വിൽ ഗെറ്റ് ത്രൂ ദാറ്റ് വൺസ് അഗൈൻ. അപ്പോൾ എന്തായാലും ദ ഇനിഷ്യൽ റിവ്യൂ ഓഫ് ഷെവ്ലിയാർ ഡെ പാരിസ്, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ബ്രാൻഡിയാണ്. എല്ലാ ബ്രാൻഡികളെയും പോലെ തന്നെ ആ ഒരു ഗ്രേപ്പിന്റെ ആരോമ ഉണ്ടല്ലോ, നല്ല പഞ്ചിങ് ആയിട്ട് നമ്മുടെ മൂക്കിലേക്ക് ഇടിച്ച് കയറുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നല്ല പഞ്ചിങ് ആയിട്ട് എത്തനോളിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്. പിന്നെ എവിടേക്ക് ഒരു ചെറിയൊരു ഹണിയുടെ ഒരു ടച്ചും വരുന്നുണ്ട്. അങ്ങനെ വേറൊരു പ്രത്യേകതകളുണ്ട്. നമ്മുടെ കേരളക്കാരുണ്ടാക്കുമ്പോൾ അതിനെല്ലാം ഒരു ഇമ്പാക്റ്റ് കൂടുതലാണ്. വേറൊന്നും കൊണ്ടല്ല, അവിടുന്ന് ഇവിടുന്ന് എല്ലാം കോപ്പി അടിച്ചാണ് നമ്മുടെ കേരളം. ഞാൻ ആക്ഷേപം പറയല്ല കേട്ടോ, എല്ലാ നല്ല ക്വാളിറ്റീസും അവർ നമ്മുടെ ബ്രാൻഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഈവൻ നമ്മുടെ ലേമോൺ ഉണ്ടല്ലോ, ലേമോൺ വൈറ്റ് ബ്രാൻഡി ആസ് വെൽ ആസ് എ ഗോൾഡൻ ബ്രാൻഡി എടുത്ത് പറയണം. കാരണം അതിനകത്ത് ആ ഒരു കോണിയാക്കിൻ്റെ ഞാൻ അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു, അവരുടെ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു. എന്തുകൊണ്ട് ആ ഒരു ഫ്ലേവറും സ്മെല്ലും വരുന്നു. അപ്പോൾ അവരും പറഞ്ഞതാണ് കോണിയാക്കിൻ്റെ ചെറിയൊരു പ്രസൻസ് അവർ ഫീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഫീൽ നമുക്ക് കിട്ടിയത്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അവിടുന്ന് ഇവിടുന്നുള്ള നല്ല ക്വാളിറ്റീസ് എല്ലാം അവരുടെ ബ്രാൻഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ബട്ട് ആൻഡ് ഫോർ ദിസ് വൺ ഓൾസോ ദർ ഈസ് സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദിസ്. അപ്പോൾ അത് കൂടുതൽ പറയണമെങ്കിൽ ഇനി ഒന്ന് റിവ്യൂ ചെയ്യണം. ഐ മീൻ ദ ടേസ്റ്റ് നോട്ട് വിൽ കംപ്ലീറ്റ് ദാറ്റ്. സോ ഹിയർ ഇറ്റ് ഗോസ് ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇറ്റ്സ് ടൈം ഫോർ ദ ടേസ്റ്റ് നോട്ട്. ഞാൻ നിങ്ങളോട് കുറച്ചും ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യമില്ല പല കാര്യങ്ങളും പറഞ്ഞു കേരളക്കാരെക്കുറിച്ച്. ഇതിനും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ദിസ് ഹാസ് എ ടേസ്റ്റ് നോട്ട് ഓഫ് കോണിയാക്ക്. പിന്നെ നല്ല ഫ്രൂട്ട്സിൻ്റെ ഒരു ഫ്ലേവറിങ്ങിന് നല്ല പോലെ വായിലിങ്ങിടിക്കും കഴിച്ചു കഴിയുമ്പോൾ തന്നെ. ആ ഒരു ഇൻഫ്ലമേഷൻ ഒന്നുമില്ല. ചില ബ്രാൻഡ്സ് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ തന്നെ, ഐ മീൻ നീറ്റായിട്ട് ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വായിലൊക്കെ ഒരു പുകച്ചിൽ, ഇൻഫ്ലമേഷൻ നമുക്ക് ഫീൽ ആവും. ബട്ട് ദിസ് വൺ ഡസൻ ഹാവ് ദാറ്റ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് നല്ല ഹൈ ക്വാളിറ്റിയാണ്. പ്രൈസ് ഇത്തിരി കുറവാണെങ്കിൽ പോലും, കുറവെന്നല്ല 300 per peg ആണ്. എന്നിരുന്നാലും ക്വാളിറ്റി ഒരുപാടുണ്ട്. അത് നമ്മുടെ കേരളക്കാരുടെ പേഴ്സണൽ അഹങ്കാരമായിട്ടാണ് കൂട്ടാം. എല്ലാ നല്ല കാര്യങ്ങളും കൂടെ ഫൺ പാക്കേജ്, അതാണ് ഇതിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത്. കോണിയാക്ക് പ്ലസ് ഫ്രൂട്ട്സ്, ബെസ്റ്റ് കോമ്പിനേഷൻ എവർ. സോ ഇതങ്ങ് നീറ്റായിട്ട് അടിച്ച് തീർക്കാൻ പോണേ. വിത്ത് യുവർ പെർമിഷൻ ഐ ഗോയിങ് ടു ഡു ദിസ്. ഇതാണ് ഫോട്ടോ. ടച്ചിങ്സ് ഒക്കെ അടുത്ത് തന്നെ വെച്ചേക്കും, ഇല്ലെങ്കിൽ പെട്ടുപോകും. നമ്മുടെ ഷെവ്ലിയാറിനെ കുറിച്ച് കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല. ബിക്കോസ് ഷെവ്ലിയാറിനെ കുറിച്ച് എന്ത് ബ്രാൻഡായാലും കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ അന്തിമമായിട്ട് നമ്മുടെ തലയ്ക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന അറിയണം. വിച്ച് മീൻസ് ദ ബൂസ് കിക്കാകുമോ ഇല്ലയോ എന്ന് അറിയുന്നതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുമ്പോൾ ഏത് മദ്യത്തിൻ്റെ ആയാലും. അപ്പോൾ അതില്ല എങ്കിൽ ഒരു റിവ്യൂവും പെർഫെക്റ്റ് ആവില്ല. നെക്സ്റ്റ് ടൈം ഞാൻ ഷെവ്ലിയാർ മേടിച്ചിട്ട് അടിച്ച് പൂസായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് പറയാം ഇത് നല്ലൊരു ബ്രാൻഡാണോ അല്ലയോ എന്ന്. But minimal review, I can say that I will give my review about, I will give my rating will be, and MD's rating is out of 10 it will be 8.5. That is കാരണം ടേസ്റ്റ് വൈസ് ആയാലും ആരോമ വൈസ് ആയാലും നമ്മൾ ഒരുപാട് ഇംപ്രസ് ചെയ്തു. കാരണം എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം കോണിയാക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ടേസ്റ്റ് വരുന്ന ലിക്കേഴ്സ് എല്ലാം ഇറ്റ് വിൽ ബി മൈ ഫേവറേറ്റ്. സോ 8.5 is the rating of Chevalier. So guys, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്കുണ്ടാകാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ സ്റ്റേ ട്യൂൺ ഫോർ ഫർദർ ആൻഡ് നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് വെള്ളമണി ട്രിപ്പ് ഓഫ് മദ്യപാനി ആൻഡ് ഡ്രങ്കൻസി. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. Cheers you.
കേരളക്കാരെ കുറിച്ച്. ഇതിനും അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് സോറി റിവ്യൂ ഓഫ് ചാർമിനാറല്ലോ എന്തോ ഓക്കെ മറന്നുപോയി. സോ ദ ഇനിഷ്യൽ റിവ്യൂ, ദ വൺ ആൻഡ് ഓൺലി റിവ്യൂ ഓഫ് ചാർമിനാർ പിന്നെയും വരുന്നത്. അതെന്തോട് ചാർമിനാർ എന്തൊരു സാധനം ഉണ്ടായിരുന്നു, സിഗരറ്റ് വല്ലതും ആണ്? അതെ ഓക്കെ അതെ അല്ലേ, എന്തിനാണോ അതൊക്കെ അപ്പോൾ ഓർമ്മ വരും. ഓക്കെ ഷെവലിയർ. സോ ഗായ്സ് ദ ഇനിഷ്യൽ റിവ്യൂ ഓഫ് ഇതെന്തോട് ഇതല്ലേ വരുന്നുള്ളൂ, നോക്കിയത് അതിന് വേണ്ടിയാണ്. ഓക്കെ പിന്നെ ഓക്കെ ഗായ്സ്